ഒന്നും പറയണ്ട, നടക്കൂല, ഒരു സെലിബ്രേഷൻ നടക്കൂല എന്ന് പറയുന്നൊരു ബോസാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഈ വീഡിയോ പുള്ളിക്കൊന്ന് അയച്ചു കൊടുക്കണേ. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാണാറുള്ളതാണ് സെലിബ്രേഷൻസ്, ലൈഫ് അറ്റ് ആ കമ്പനി നെയിം, അങ്ങനെയൊക്കെ എംപ്ലോയീസ് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അൺഒഫീഷ്യൽ കമ്പനി സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്. അപ്പോൾ ഇതിലൂടെ വൈബ് മാത്രമല്ല 3 ബെനിഫിറ്റ്സ് ആണ് ഒരു ബിസിനസ്സിന് കിട്ടുന്നത്. ട്രസ്റ്റ്, ടാലൻറ്റ്, റീച്ച്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് ആ ഓഫീസിലെ എംപ്ലോയീസിനെ കാണുവാണ്. അപ്പോൾ അതിലൂടെ ക്ലയൻറ്റിന് തന്നെ ഒരു ഫീൽ കിട്ടും, ഇന്ന ആൾക്കാരാണ് എൻ്റെ വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു കമ്പനിക്ക് എത്രത്തോളം ഒരു വർക്ക് ഫോഴ്സ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയും ക്ലയൻറ്റിന് ഒരു ഐഡിയ കിട്ടും. അതിലൂടെ ആ ഒരു കമ്പനിയുടെ ട്രസ്റ്റാണ് കൂടുന്നത്. ടാലൻറ്റ്, ഓഫീസ് കൾച്ചർ കാണുമ്പോൾ ആപ്ലിക്കൻസിൻ്റെ എണ്ണവും കൂടും. അതിലൂടെ ഓഫർ അക്സെപ്റ്റൻസും എണ്ണം കൂടുതൽ വരും. റീച്ച്, അൽഗോരിതംസ്, അതായത് സോഷ്യൽ മീഡിയ അൽഗോരിതംസ് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നത് ലോഗോസിനെ അല്ല, ഫേസ് ആണ്. അപ്പോൾ നമ്മളൊരു എംപ്ലോയി കണ്ടൻസ് കൂടുതൽ വരുമ്പോൾ ആ എംപ്ലോയീസ് ഷെയർ ചെയ്യപ്പെടും, അവരുടെ സർക്കിളുള്ളവർ അതിലേക്ക് റിയാക്ട് ചെയ്യും. അതിൽ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും റീച്ച് കിട്ടുന്നത് ഈ കമ്പനിക്കാണ്. PR വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നോയ്സിയാണ്. കൺസ്യൂമേഴ്സിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പരസ്യമാണെന്നുള്ളത്. അതേസമയം എംപ്ലോയി ജനറേറ്റഡ് കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി നെറേറ്റീവാണ്. ഈ മന്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഒരു സെലിബ്രേഷൻ. ക്രിസ്മസ് സീസണൊക്കെ അല്ലേ, നമുക്ക് നോക്കാലോ എത്രത്തോളം ROI വരുന്നുണ്ടെന്നുള്ളത്.